ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ലൂസാക്കിയിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. കട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കടല മസാല കൂട്ടിയത് ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ നല്ല ശ്രദ്ധിക്കണം, കട്ട് ചെയ്യാതെ വേണം മിക്സ് ചെയ്യാൻ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് ലൂസാക്കി എടുക്കാൻ. അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം. അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പുള്ള മസാലക്കടല അങ്ങനെ റെഡി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചൂടായി കഴിഞ്ഞാലാണ് അത് വേർത്ത് കിടക്കുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടാണ് കിടക്കുക. അങ്ങനെ ഞാനത് ഒരു ട്രിപ്പ് വെന്ത് കഴിഞ്ഞു. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ വാരാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് വറുത്ത് കോരിയപ്പോൾ തന്നെ കേട്ടോ നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല്. അങ്ങനെ നമ്മുടെ കടലും കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെ കുറച്ച് കോരിട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മുടെ മസാലക്കടലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പാണ് നമ്മുടെ കടല വറുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ട്രിപ്പ് കൂടി വറക്കണം, എന്നാലാണ് അത്യാവശ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ വേപ്പിൻ്റെ ടൈം നമ്മളൊന്നൊരു സോയാബീൻ വറുത്തതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരൊറ്റ മുട്ട, കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായി പുരട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് നമുക്ക് സോയാബീനിൽ കിട്ടും. അങ്ങനെ അത് സോയാബീൻ അതാ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം വേപ്പിൻ്റെ ഇലയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡിലേക്ക്, നമ്മുടെ സോയാബീനിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കിയെടുക്കുക. കാരണം മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കാനും അതുപോലെ ചപ്പാത്തിക്കും വെള്ളയപ്പത്തിലേക്കും ഒക്കെ ഇതിലോട്ട് കറി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല രസമാണ്. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇത് നമ്മൾ കുറച്ചും കൂടി ഇത് വറുത്തെടുക്കണം. അതിന് പതപതയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ട നല്ലൊരു രസമാണ് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. മക്കൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിൽ പോലും കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു ഫുഡാണ്. അതുപോലെ കട്ടൻ ചായയിൽ കൂടി ഒക്കെ കഴിക്കുക. അതാണ് സോയാബീൻ അത് വറുത്ത് കോരി എടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം.
ഓക്കെ